മാതൃരാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച മലയാളി സൈനികന്റെ ഓർമ്മയ്ക്കായി ഉത്തർപ്രദേശിൽ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഉത്തർപ്രദേശ് മീററ്റിലെ മഹാവീർ ചക്ര റെജിമെന്റാണ് മലയാളി സൈനികന്റെ ഓർമ്മയ്ക്കായി പ്രതിമ നിർമ്മിച്ചത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ജമ്മുവിലെ സാംബസറിൽ വെച്ച് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിലാണ് മലയാളിയും തൃശൂർ സ്വദേശിയുമായ VK പ്രേമചന്ദ്രൻ വീരമൃത്യു വരിച്ചത്. 1971 ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയം. ഓരോ സമയവും നിർണായകമായ നിമിഷങ്ങൾ. തൃശൂർ പെരിങ്ങോട്ടുകര വടക്കുമുറി വാഴപ്പള്ളി വീട്ടിൽ VK പ്രേമചന്ദ്രൻ എന്ന ഭാരതത്തിന്റെ ധീര സൈനികന്റെ ചുമതല പാകിസ്ഥാനെ കുറിച്ചുള്ള വിവരങ്ങൾ ചടുല വേഗത്തിൽ യുദ്ധമുനമ്പിലേക്ക് എത്തിക്കുക എന്നായിരുന്നു. ഓരോ നിമിഷവും കിട്ടുന്ന വിവരങ്ങൾ സൈന്യത്തിന് കൈമാറുകയെന്ന ശ്രമകരമായിട്ടുള്ള ജോലിയായിരുന്നു ഭാരതത്തിന്റെ അഭിമാനമായ പ്രേമചന്ദ്രൻ നിർവഹിച്ചിരുന്നത്. കിട്ടുന്ന വിവരങ്ങൾ മോട്ടോർ സൈക്കിളിൽ ഓടിയെത്തിയാണ് മുൻനിര സൈനികർക്ക് കൈമാറിയിരുന്നത്. ഇത്തരത്തിൽ ശത്രുവിനെ കുറിച്ച് കിട്ടിയ നിർണായക വിവരവുമായിട്ടുള്ള ഓട്ടത്തിനിടെ ശത്രുവിന്റെ ഷെല്ലുകൾ പ്രേമചന്ദ്രന്റെ മേൽ പതിച്ചു. പാകിസ്ഥാൻ അതിർത്തിയായ സാംബ സെക്ടറിൽ വെച്ചായിരുന്നു പ്രേമചന്ദ്രന് നേർക്ക് പാക് സൈന്യത്തിന്റെ ആക്രമണം. മാതൃരാജ്യത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച പ്രേമചന്ദ്രന്റെ ഓർമ്മയ്ക്കായാണ് ഉത്തർപ്രദേശ് മീററ്റിലെ മഹാവീർ ചക്ര റെജിമെന്റ് പ്രതിമ സ്ഥാപിച്ചത്. റെജിമെന്റിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷവേളയിലാണ് പ്രതിമ സ്ഥാപിച്ചത്. സൈനിക ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി വിമാനമാർഗം പ്രേമചന്ദ്രന്റെ സഹോദരിയെ മീററ്റിലെത്തിച്ച് ആദരമർപ്പിച്ചാണ് സൈനികന്റെ ഓർമ്മ പുതുക്കിയത്. പ്രേമചന്ദ്രന്റെ ഇളയ സഹോദരിയായ VK ലളിതയെയാണ് മീററ്റിൽ നിന്ന് സൈന്യം വീട്ടിലെത്തി വിമാനമാർഗം അവിടെ എത്തിക്കുകയും ആദരവർപ്പിച്ച ശേഷം തിരിച്ചു വീട്ടിലെത്തിച്ച് മടങ്ങിയത്. ഇപ്പോൾ അവിടെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ടൊക്കെ അവർ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പിന്നെ അവരെ ഇടയ്ക്ക് കൊണ്ടുപോയി റെജിമെൻറ്റിലേക്ക്. വളരെ നല്ല സ്വീകരണവും സ്നേഹവും പെരുമാറ്റമൊക്കെ ആയിരുന്നു. എല്ലാ അംഗീകാരം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. എല്ലാ സ്നേഹങ്ങളും കിട്ടി അവിടെ നിന്ന്. സ്നേഹവും അംഗീകാരവും. പിന്നെ അവിടെ ഒരു സാറിനെ ഏൽപ്പിച്ചു ഞങ്ങളെ. അതിൻ്റെ ഉള്ളൊക്കെ ശരിക്ക് പോയി എല്ലാവിടെയും ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അവിടെയൊക്കെ ഫോട്ടോ എടുക്കലും എല്ലാം ഭംഗിയായിട്ട് അവർ ചെയ്തു. അങ്ങനെ തൃപ്തിയായിട്ടാണ് പോകുന്നത് അവിടെ നിന്ന്. ഞങ്ങളെ കൊണ്ട് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ടാണ് അവർ പോയത്. മീററ്റിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ട്രീറ്റ് ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൈന്യം. 19ാമത്തെ വയസ്സിൽ തൃശ്ശൂരിൽ നടന്ന റിക്രൂട്ട്മെന്റ് റാലിയിൽ വെച്ചാണ് പ്രേമചന്ദ്രൻ സൈന്യത്തിൽ ചേർന്നത്. ദില്ലി റെജിമെന്റിലായിരുന്നു ആദ്യ നിയമനം. 26ാമത്തെ വയസ്സിലാണ് പ്രേമചന്ദ്രൻ നാടിനായി വീരമൃത്യു വരിച്ചത്. ജനം, തൃശ്ശൂർ.